നമസ്കാരം. തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും കരുത്തനായ ഭരണാധികാരി, മാർത്താണ്ഡവർമ്മയോട് സന്ധി ചെയ്യാത്ത, മാർത്താണ്ഡവർമ്മയോട് സമരസപ്പെടുന്നതിനേക്കാൾ നല്ലത് ആത്മഹൂതിയാണെന്ന് തീരുമാനിച്ച ഒരു രാജകുമാരിയുടെ കഥയാണ് ഞാനിന്ന് പറയുന്നത്. തിരുവിതാംകൂർ മഹാരാജാവിന്റെ ക്രൂരതകൾക്കെതിരെ സധൈര്യം പോരാടി തോൽക്കുമെന്നുറപ്പായപ്പോൾ കീഴടങ്ങാതെ അച്ഛനെയും തോളിലെടുത്ത് തന്റെ കുതിരയോടൊപ്പം പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത ഇളയിടത്ത് രാജകുമാരി കന്നിത്തമ്പുരാട്ടിയുടെ രക്തത്താൽ രചിച്ച കഥ നമുക്ക് പരിചയപ്പെടാം. കന്നിത്തമ്പുരാട്ടി. കൊല്ലം രാജാക്കന്മാരുടെ അധീനതയിലുള്ള വെള്ളിമൺ പ്രദേശത്ത് നിലനിന്നിരുന്ന അവരുടെ വിശ്രമ കേന്ദ്രമായിരുന്നു വെള്ളിമൺ കൊട്ടാരം. മാർത്താണ്ഡവർമ്മയുടെ പടയോട്ടകാലത്ത് രാജാക്കന്മാർ ഇവിടെ ഉപേക്ഷിച്ചു. പിന്നീട് മാർത്താണ്ഡവർമ്മയോട് പരാജയപ്പെട്ട കൊട്ടാരക്കര രാജാവും മകളും ഇവിടെ ഒളിവിൽ താമസിക്കുകയും മാർത്താണ്ഡവർമ്മയുടെ സൈന്യവുമായി നടന്ന യുദ്ധത്തിനൊടുവിൽ രാജാവ് മരണപ്പെടുകയും തുടർന്ന് രാജകുമാരി രാജാവിൻ്റെ മൃതശരീരവുമായി കുതിരപ്പുറത്ത് കയറി കൊട്ടാരത്തിന് വടക്കു ഭാഗത്തേക്ക് ഓടിച്ചുപോയി കുന്നിനു മുകളിൽ നിന്നും കായലിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ആ കഥയാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത്. കൗമാരത്തിൽ നിന്നും യൗവനത്തിലേക്ക് കടക്കും മുന്നേ രക്തത്താൽ വീരചരിതമെഴുതിയ ഇളയിടത്ത് രാജകുമാരി കന്നിത്തമ്പുരാട്ടിയുടെ വീരേതിഹാസമായ ഒരേടാണ് വെള്ളിമൺ കൊട്ടാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇളയിടത്ത് റാണിയുടെ പുത്രിയായിരുന്നു കന്നിത്തമ്പുരാട്ടി. AD 1734 മാർത്താണ്ഡവർമ്മയുടെ കൽപ്പനകൾക്ക് വഴങ്ങാതെ നിന്ന ഇളയിടത്ത് സ്വരൂപത്തെ ആക്രമിക്കുകയും റാണിയെയും രാജാവിനെയും മകളെയും പിടികൂടി രാജസന്നിധിയിലെത്തിക്കുവാൻ ഉത്തരവിടുകയും ചെയ്തു. മാർത്താണ്ഡവർമ്മയുടെ കൽപ്പനപ്രകാരം കൊട്ടാരം ആക്രമിച്ച് റാണിയെയും രാജാവിനെയും കന്നിത്തമ്പുരാട്ടിയെയും ചങ്ങലയിൽ ബന്ധിച്ച് തിരുവിതാംകൂറിന് കൊണ്ടുപോകും വഴി അർദ്ധരാത്രി സമയത്ത് എങ്ങനെയോ ചങ്ങലയിൽ നിന്നും രക്ഷപ്പെട്ട രാജാവും കന്നിത്തമ്പുരാട്ടിയും കാട്ടിലേക്ക് ഓടി മറഞ്ഞു. ആ ഇരുട്ടിൻ്റെ മറവിൽ ബഹുദൂരം ഓടി അവർ ചെന്നെത്തിയത് വെള്ളിമൺ കൊട്ടാരത്തിലായിരുന്നു. കൊല്ലം രാജാക്കന്മാരുടെ ഒരു വിശ്രമ കേന്ദ്രമായിരുന്ന കൊട്ടാരം ജനവാസമില്ലാതെ കിടക്കുകയായിരുന്നു. അഗ്രശാലയും മന്ത്രശാലയും തേവാരപ്പുരയും പള്ളിയറയും എല്ലാം ഉണ്ടായിരുന്ന കൊട്ടാരം വവ്വാലും മറ്റ് ക്ഷുദ്രജീവികളും കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു. അവിടെ എത്തിയ കന്നിത്തമ്പുരാട്ടി കൊട്ടാരത്തിന് സമീപമുള്ള ജലാശയത്തിൽ നിന്നും കുറച്ച് വെള്ളം കൈക്കുമ്പിളിലെടുത്ത് വായിൽ കൊണ്ടു. വെള്ളത്തിന് വല്ലാത്ത ഉപ്പുരസം. അപ്പോൾ തന്നെ തമ്പുരാട്ടിക്ക് മനസ്സിലായി അത് കൊല്ലം രാജാവിൻ്റെ വെള്ളിമൺ കുന്നാണെന്ന്. ഒരു 10 പതിറ്റാണ്ട് മുമ്പ് വരെ കൊല്ലം രാജാക്കന്മാർ വിശ്രമിച്ചിരുന്ന സ്ഥലമായിരുന്നു അത്. മാർത്താണ്ഡവർമ്മയുടെ ദുരാഗ്രഹത്തെക്കുറിച്ച് ധാരണയുണ്ടായിരുന്ന രാജാക്കന്മാർ നേരത്തെ തന്നെ കണക്കുകൂട്ടി ഉപേക്ഷിച്ചതായിരുന്നു വെള്ളിമൺ കൊട്ടാരം. 10 പതിറ്റാണ്ടിനു മുമ്പ് കുഞ്ഞായിരിക്കെ കൊല്ലം രാജാവിൻ്റെ അതിഥിയായി മാതാപിതാക്കളോടൊപ്പം കന്നിത്തമ്പുരാട്ടി അവിടെ താമസിച്ചിട്ടുണ്ട്. തങ്ങളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം രാജാവിൻ്റെ അതിർത്തിയിലാണെന്ന് ബോധ്യമായപ്പോൾ അവർക്ക് ആശ്വാസമായി. രാജാവും തമ്പുരാട്ടിയും ചേർന്ന് കൊട്ടാരം വൃത്തിയാക്കി അവിടെ താമസം ആരംഭിച്ചു. അങ്ങനെയിരിക്കെ ഒരു അർദ്ധരാത്രിയിൽ മാർത്താണ്ഡവർമ്മയുടെ ഒരു ചാരൻ കൊട്ടാരത്തിന് സമീപമെത്തി. കൊട്ടാരക്കാവൽക്കാർ അയാളെ പിടികൂടി. ചാരനാരെന്ന് നാം കാണട്ടെ, തമ്പുരാട്ടി ഉത്തരവിട്ടു. തമ്പുരാട്ടിയുടെ സുരക്ഷാ ഭടന്മാർ അയാളെ ബന്ധിച്ച് അവരുടെ മുന്നിലെത്തിച്ചു. അയാളുടെ പേര് മുരുകൻ എന്നായിരുന്നു. ഒരു 30 വയസ്സ് പ്രായം വരും. മുരുകൻ തമ്പുരാട്ടിയെ താണു തൊഴുതു. അവർ അയാളെ അടിമുടി ഒന്ന് നോക്കി. നീ മാർത്താണ്ഡവർമ്മയുടെ ചാരനാണല്ലേ? അയാൾ മറുപടി പറയാതെ തലകുനിച്ചു നിന്നു. വേണാട്ട് രാജസ്ഥാനത്തിന് അയൽ രാജ്യങ്ങൾ പടവെട്ടിപ്പിടിക്കാൻ പടയാളികളെ വെട്ടും തടയും അഭ്യസിപ്പിക്കുന്ന കളരിയാശാനാണ് നിങ്ങളല്ലേ? പരിഭ്രമിച്ചു പോയ മുരുകൻ തലയുയർത്തി തമ്പുരാട്ടിയെ ഒന്ന് നോക്കി. തമ്പുരാട്ടി തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. ഒരിക്കൽ മാത്രമേ തന്നെ അവർ കണ്ടിട്ടുള്ളൂ. മഹാരാജാവിൻ്റെ അന്ത്യശാസനവും വഹിച്ചുകൊണ്ട് ഇളയടത്ത് കൊട്ടാരത്തിൽ ചെന്ന ദിവസം. അന്ന് പൊന്നുതമ്പുരാനെ നിഷേധിച്ച് പറഞ്ഞത് ഈ തമ്പുരാട്ടിക്കുട്ടിയാണ്. തിരുശാസനം തൻ്റെ മുഖത്തേക്ക് വലിച്ചു കീറി എറിഞ്ഞത് ഇവളാണ്. ഇപ്പോൾ അവർ വലിയ പെണ്ണായിരിക്കുന്നു. മുരുകൻ്റെ ചിന്തകളെ കീറി മുറിച്ചുകൊണ്ട് തമ്പുരാട്ടി ചോദിച്ചു, മുരുകൻ, ഒരാളെ യുദ്ധമുറ അഭ്യസിപ്പിക്കാൻ എത്ര നാൾ വേണ്ടിവരും? അടിയൻ. മുരുകൻ തലയുയർത്തി. കന്നിത്തമ്പുരാട്ടി ഒന്ന് പുഞ്ചിരിച്ചു. മുരുകൻ, എൻ്റെ ഒപ്പം നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? തമ്പുരാട്ടി പിന്നെയും ചോദിച്ചു. ആ ചോദ്യം കേട്ട് മാർത്താണ്ഡവർമ്മയുടെ വിശ്വസ്തനായ ചാരൻ ഞെട്ടിപ്പോയി. തിരുമനസ്സിനെ ചതിക്കാനോ? ഇല്ല എന്ന് പറഞ്ഞാൽ ജീവനോടെ ഇവിടുന്ന് പോകാൻ കഴിയില്ല. അടിയൻ. അയാൾ താണു തൊഴുതു നിന്നു. കന്നിത്തമ്പുരാട്ടി വികാരവായ്പോടുകൂടി മുരുകനെ സമീപിച്ചു. വരൂ. അവർ മുന്നേ നടന്നു. മുരുകൻ ചുറ്റിനും നോക്കി. രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ല. പടയാളികൾ കൽപ്പനയും കാത്തു പുറത്തു നിൽക്കുന്നു. പറയുന്നതനുസരിക്കുന്നതാണ് നല്ലത്. അയാൾ തമ്പുരാട്ടിയുടെ പിന്നാലെ നടന്നു. ആ കതവ് ബന്ധിച്ചേക്കൂ.
തമ്പുരാട്ടിയുടെ ശബ്ദം കേട്ടതും സേവകൻ തല കാണിച്ചു. അടുത്ത നിമിഷം അവർക്ക് പിന്നിൽ കതവുകൾ അടഞ്ഞു. തമ്പുരാട്ടി ഉടവാളെടുത്ത് പിടിച്ചുകൊണ്ട് തിരിഞ്ഞു നിന്നു. പൊന്നുതമ്പുരാട്ടിയെ അടിയനോട് പൊറുക്കണം, മുരുകൻ താണുകയാണ് അപേക്ഷിച്ചു. നിങ്ങളോടൊന്നും നമുക്ക് പകയില്ല മുരുകൻ. തൂക്കുമഞ്ചലിന്റെ ഇരുമ്പ് തുടലിൽ പിടിച്ചുകൊണ്ട് തമ്പുരാട്ടി ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു. സൈന്യമില്ലാതെ രാജാവില്ല. സൈന്യബലം കൊണ്ട് ബന്ധിച്ച് കഴിവേറ്റിയിട്ടും വെട്ടിക്കൊന്നിട്ടും വേണോ മാർത്താണ്ഡവർമ്മയ്ക്ക് രാജാവാകാൻ? അമ്മയെയും പെങ്ങളെയും മാനഭംഗപ്പെടുത്താൻ വേണ്ടി അറബിക്കടലിന്റെ തീരത്തെ മുക്കുവർക്ക് പിടിച്ചു കൊടുത്തിട്ട് വേണോ മുരുകൻ മാർത്താണ്ഡവർമ്മ ചെങ്കോലും മുടിയും ചൂടാൻ? നാം ലജ്ജിക്കുന്നു മുരുകൻ, ലജ്ജിക്കുന്നു. പ്രതികാരദാഹിയായ കന്നിത്തമ്പുരാട്ടിയുടെ ഗർജനത്തിൽ ഉരുകി നിന്ന മുരുകന്റെ മുന്നിലേക്ക് അവർ സാവധാനം നടന്നു ചെന്നു. തമ്പുരാട്ടിയുടെ വലത് കരം മുരുകന്റെ ദേഹത്ത് സ്പർശിച്ചു. മാർത്താണ്ഡവർമ്മയുടെ വിശ്വസ്തനായ ഇടത്തറ മുരുകൻ വെള്ളിമൺ കൊട്ടാരത്തിന്റെ അകമുറിയിലെ പള്ളിമഞ്ചത്തിൽ കിടക്കുമ്പോൾ മാർത്താണ്ഡവർമ്മയെ നേരിടാൻ വേണ്ടി നാം എന്തും ചെയ്യും മുരുകൻ, എന്തും ചെയ്യും. തമ്പുരാട്ടി അവൻ്റെ കാതുകളിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. ദിവസങ്ങൾ കൊഴിഞ്ഞുകൊണ്ടിരുന്നു. മുരുകനിൽ നിന്നും കന്നിത്തമ്പുരാട്ടി യുദ്ധമുറകൾ വിദഗ്ധമായി അഭ്യസിച്ചു. തൻ്റെ സൈന്യത്തെയും മുരുകനിലൂടെ ആയുധമണിയിച്ചു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഇളയടത്ത് സ്വരൂപത്തിൻ്റെ പവിത്രയും പരിശുദ്ധിയും കാത്തുസൂക്ഷിക്കുന്നതിനായി ഹൃദയവേദനയോടെയാണെങ്കിൽ കൂടി ഒരു തികഞ്ഞ അഭ്യാസിയായ മുരുകനെ തൻ്റെ പടയാളികളെ ഉപയോഗിച്ചുകൊണ്ട് തമ്പുരാട്ടി കൊലപ്പെടുത്തി. ഈ സമയത്ത് മാർത്താണ്ഡവർമ്മയുമായി ബദ്ധശത്രുതയിലായിരുന്ന ഡച്ച് ഗവർണർ വാനിംഹോഫ് മാർത്താണ്ഡവർമ്മയുടെ തടവിലായിരുന്ന ഇളയടത്ത് റാണിയെ കൊട്ടാരത്തിലെ രാജ്ഞിയായി പ്രഖ്യാപിക്കുകയും മാർത്താണ്ഡവർമ്മയ്ക്കെതിരെ കന്നിത്തമ്പുരാട്ടിയെ സഹായിക്കാമെന്ന് ഏൽക്കുകയും ചെയ്തു. തനിക്കെതിരെയുള്ള പടയൊരുക്കവും മുരുകന്റെ മരണവും അറിഞ്ഞപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ കോപം ഇരട്ടിച്ചു. അന്ന് രാത്രിയിൽ 200ഓളം വരുന്ന ഒരു സംഘം തിരുവിതാംകൂർ പടയാളികൾ വെള്ളിമൺ കാടുകളിൽ ഇരച്ചു കയറി. പക്ഷേ ജീവനോടെ അവിടെ നിന്നും ആരും തിരികെ വന്നില്ല. എങ്കിലും ചതിയിലൂടെ തമ്പുരാനെയും കന്നിത്തമ്പുരാട്ടിയെയും തിരുവിതാംകൂർ ഭടന്മാർ പിടികൂടി. രാജസന്നിധിയിലെത്തിച്ച് അവരെ കണ്ട മാർത്താണ്ഡവർമ്മ തമ്പുരാനെ തുറുങ്കിലടയ്ക്കാൻ ഉത്തരവിട്ടു. തമ്പുരാട്ടിയിൽ ആകർഷനായി അദ്ദേഹം അവരെ വരുതിയിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ കന്നി മാർത്താണ്ഡവർമ്മയുടെ മുന്നിൽ കീഴടങ്ങാൻ തയ്യാറല്ലായിരുന്നു. രണ്ടുപേരെയും തുറുങ്കിലടച്ചു. തമ്പുരാനെ തൂക്കിലേറ്റുന്ന ദിവസം എങ്ങനെയോ തടവു ചാടിയ കന്നിത്തമ്പുരാട്ടി തൂക്കുമര ചുവട്ടിൽ നിന്നും മരണത്തോട് മല്ലടിക്കുന്ന തൻ്റെ അച്ഛനെയും എടുത്തുകൊണ്ട് കുതിരപ്പുറത്ത് അവിടെ നിന്നും രക്ഷപ്പെട്ടു. കന്നിയുടെ പിന്നാലെ പോയ തിരുവിതാംകൂർ പട്ടാളം വെള്ളിമൺ കുന്നും പരിസരവും വളഞ്ഞു. എങ്കിലും കീഴടങ്ങാൻ അവർ തയ്യാറല്ലായിരുന്നു. കന്നിയും ഭടന്മാരും തിരുവിതാംകൂർ പട്ടാളവുമായി ഏറ്റുമുട്ടി. മാർത്താണ്ഡവർമ്മയുടെ നിരവധി പട്ടാളക്കാർ വെള്ളിമൺ കുന്നുകളിലെ കാടുകൾക്കിടയിൽ തലയേറ്റും ഉടലറ്റും മരിച്ചു വീണു. പക്ഷേ 100 കണക്കിന് വരുന്ന മാർത്താണ്ഡവർമ്മയുടെ ചോറ്റുപട്ടാളത്തെ എതിർത്ത് നിൽക്കാൻ തമ്പുരാട്ടിക്കും അവരുടെ പടയാളികൾക്കും സാധ്യമല്ലായിരുന്നു. അപ്പോഴേക്കും അർദ്ധപ്രാണനായി കിടന്നിരുന്ന തമ്പുരാൻ അന്തരിച്ചു. അച്ഛനെ നോക്കി അലമുറയിട്ട് കരഞ്ഞ കന്നിത്തമ്പുരാട്ടി എരിഞ്ഞു തീരാറായ തൻ്റെ കൊട്ടാരത്തെ നോക്കി ഒരു നിമിഷം നിന്നു. എന്നിട്ട് അദ്ദേഹത്തെയും തോളിലെടുത്തുകൊണ്ട് തൻ്റെ കുതിരപ്പുറത്ത് കയറി. തൊട്ടുപിറകെ തിരുവിതാംകൂർ പട്ടാളവും. അവർ നേരെ വടക്കോട്ട് പടപ്പക്കര കുതിരമുനമ്പ് ഭാഗത്തേക്ക് കുതിരയുമായി പാഞ്ഞു. കായൽ തീരത്തെ കുന്നിൻ്റെ മുകളിലെത്തിയ തമ്പുരാട്ടി സർവ്വശക്തിയുമെടുത്ത് തൻ്റെ കുതിരയുടെ കടിഞ്ഞാൺ വലിച്ചു പിടിച്ചു. എന്നിട്ട് കുതിരയോടൊപ്പം അച്ഛനെയും തോളിലേറ്റി കാഞ്ഞിരോട് കായലിലേക്ക് ചാടി. 2 ദിവസങ്ങൾക്ക് ശേഷം പടപ്പക്കര കുതിരമുനമ്പത്ത് അവരുടെ ശവശരീരങ്ങൾ അടിഞ്ഞു. ഒപ്പം തമ്പുരാട്ടിയുടെ പ്രിയപ്പെട്ട കുതിരയും. കന്നിത്തമ്പുരാട്ടിയുടെ കാലശേഷം തീവെച്ച് നശിപ്പിക്കപ്പെട്ട വെള്ളിമൺ കൊട്ടാരം നിന്ന സ്ഥലത്ത് മാർത്താണ്ഡവർമ്മ ഒരു വിശ്രമ കേന്ദ്രവും അതിനോടനുബന്ധിച്ചൊരു ചെറിയ ആരാധനാലയവും നിർമ്മിച്ചു. പിൽക്കാലത്ത് ചെറുകുളത്ത് കുടുംബത്തിൻ്റെ കുടുംബക്ഷേത്രമായിരുന്നു. പിന്നീട് അവർ നാട്ടുകാർക്ക് കൈമാറി. മുൻ MLA ശങ്കരനാരായണ പിള്ളയുടെ കാലത്ത് അത് ദേവസ്വം ബോർഡിന് കൈമാറി. ആദ്യകാലത്ത് കൃഷ്ണന്റെ അമ്പലമായിരുന്നു. അരനൂറ്റാണ്ടു മുമ്പ് കൂടുകാട്ടിൽ രാഘവൻ പിള്ള എന്ന പണ്ഡിത ശ്രേഷ്ഠൻ ഗവേഷണ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചതിനു ശേഷം ഇവിടെ കുടികൊള്ളേണ്ടത് ഗണപതിയാണെന്ന് കണ്ടെത്തുകയും കൃഷ്ണന് പകരം ഗണപതിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അന്നു മുതൽ എല്ലാ വർഷവും കുംഭമാസത്തിലെ മകൻ നാളിൽ ഇവിടെ ഉത്സവം നടക്കുന്നു. ഇപ്പോൾ ഉത്സവം 8 ദിവസം നീണ്ടു നിൽക്കും. അങ്ങനെ അന്ന് മാർത്താണ്ഡവർമ്മയ്ക്കും കന്നിത്തമ്പുരാട്ടിക്കുമായി ജീവൻ ബലി കഴിച്ച പേരറിയാത്ത 100 കണക്കിന് മനുഷ്യരുടെ രക്തം വീണ് കുതിർന്ന വെള്ളിമൺ കൊട്ടാരം നിലനിന്ന സ്ഥലത്ത് ഇന്ന് കൊട്ടാരം ശ്രീ മഹാഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. കഥകൾ അവസാനിക്കുന്നില്ല, കാഴ്ചകളും.